അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കിതാബി കിതാബുല്ലാഹ് വഖൈറു സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതയാത്രയിൽ ഒരു പ്രവാസി ജീവിതമാണ് നാം ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹ്രസ്വമായ കാലയളവ്, അതേസമയം വളരെ പ്രധാനപ്പെട്ടതും സ്ഫടിക സമാനം. ഉടഞ്ഞാൽ തകർന്നാൽ പുനഃസംഘടിപ്പിക്കാൻ കഴിയില്ല. ഗോതമ്പിൻ്റെ മണി പൊടിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കഴിയാത്തതുപോലെ ഭൂമിയിലെ ജീവിതം നഷ്ടപ്പെട്ടാൽ അടുത്ത ജീവിതവും നഷ്ടത്തിൽ തന്നെയാണ് കലാശിക്കുക. നല്ലൊരു നാളേക്ക് വേണ്ടി നാം നിയ്യത്ത് വെക്കുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള മാർഗം. പടച്ചവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. മറ്റൊരു എളുപ്പവഴി അതിനില്ല. ഏതെങ്കിലും കെയർ ഓഫിലൂടെ രക്ഷപ്പെടാൻ മാർഗമില്ല. അധികം ആളുകളും കെയർ ഓഫുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ പടച്ചറബ് ഓരോരുത്തർക്കും വെവ്വേറെ ജീവിതം നൽകി. ആലോചിക്കുവാനും പ്രവർത്തിക്കുവാനും ആവശ്യാനുസൃതം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഓരോരുത്തർക്കും പ്രത്യേകം സൗകര്യം. കൂട്ടിക്കെട്ടി ചങ്ങലക്കിട്ട് വിട്ടതല്ല, മറിച്ച് അല്പമൊക്കെ സ്വാതന്ത്ര്യവും അല്പമൊക്കെ നിലപാട് സ്വീകരിക്കാനുള്ള അറിവുകളും കാഴ്ചപ്പാടുകളും അല്ലാഹു തആല നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പൂർവ്വകാലം മുതൽക്ക് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിട്ടുള്ള പ്രധാന വിഷയങ്ങളിൽ ഒന്ന് തനിക്ക് താൻ തന്നെയാണ് ഉപകാരപ്പെടുകയുള്ളൂ. തൗഹീദ് പ്രബോധനം ചെയ്തതുപോലെ തന്നെ അടുത്ത ജീവിതത്തിൽ തനിക്ക് ഉപകാരപ്പെടുന്നത് തൻ്റെ കർമ്മങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ. മറ്റൊരു കെയർ ഓഫില്ല. എൻ്റെ ഉപ്പ കൊള്ളാവുന്നവനാണ്, പ്രവാചകനാണ്, തങ്ങളാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള മികച്ച പദവിയിലുള്ളതാണ്, അതുകൊണ്ട് മകന് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് ഒരു പിതാവ് വിചാരിക്കുന്നു, എൻ്റെ മകൻ കൊള്ളാവുന്നവനാണ്, മാന്യനാണ്, പദവിയുള്ളവനാണ്, വിശ്വാസിയാണ്, സൽക്കർമ്മിയാണ്, അള്ളാഹുവിൻ്റെ അംഗീകാരം ലഭിച്ചവനാണ്, ഇതുകൊണ്ട് ഒരു പിതാവിനും ഉപകാരം ഇല്ല. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ മഹിമ കൊണ്ട് ഭാര്യയ്ക്കോ
ഭാര്യയുടെ മഹിമ കൊണ്ട് ഭർത്താവിനോ യാതൊരു നേട്ടവും പരലോകത്തില്ല. തൻ്റെ കുടുംബക്കാരൻ പ്രവാചകനാണ്, മഹത്വമുള്ളവനാണ്, ശ്രേഷ്ഠ വ്യക്തിത്വമാണ് എന്നതുകൊണ്ടും യാതൊരു നേട്ടവും അള്ളാഹുവിൻ്റെ കോടതിയിലില്ല. ഇത് പ്രവാചകന്മാർ അഖിലവും പഠിപ്പിച്ചതാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരായത്ത് സൂറത്ത് നജ്മിൽ നമുക്ക് കാണാം. അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസ, മൂസയുടെ ഏടുകളിലുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കപ്പെട്ടിട്ടില്ലേ? മൂസാ നബി നിയോഗിക്കപ്പെട്ട 5 ദൃഢമനസ്കരായ പ്രവാചകന്മാരിൽ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ഏടുകളിൽ ചില കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിവരം ജനങ്ങൾക്ക് എത്തിയിട്ടില്ലേ? വ ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ നിറവേറ്റിയ ഇബ്രാഹീമിൻ്റെ പത്രികകളിലും ആ വിവരം വന്നിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ? എന്താണ് ആ വിവരം? മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മറ്റ് പ്രവാചകന്മാരുടെയും പത്രികകളിൽ, ഏടുകളിൽ, വേദങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ആ വസ്തുത എന്താണ്? അതിപ്രകാരമാണ്. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ആരും ആരുടെയും പാപഭാരം പേറുകയില്ല, വഹിക്കുകയില്ല. വിസ്റത്ത്, വാസിർ എന്നൊക്കെ പറയുന്നത് ഒരു ഭാരം, ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപഭാരം. ആളുകൾ പലതുമൊക്കെ ചെയ്യും, അത് വേറൊരാൾ വഹിക്കുകയില്ല. പക്ഷേ ഈ തത്വത്തിന് എതിരിൽ മഹാഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ പാപഭാരവും സ്വയം ഏറ്റെടുത്ത് കുരിശിലേറിയ, അങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടി കുരിശുമരണം സ്വീകരിച്ച ഒരു ദുരന്തപൂർണമായ ചിത്രീകരണം ലോകത്ത് വ്യാപകമായി നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. ആരും ആരുടെയും പാപഭാരം പേറില്ല. ഓരോരുത്തർക്കും താന്താങ്ങൾക്ക് താന്താങ്ങളുടെ പ്രവർത്തനം എന്നല്ലാതെ ഇല്ല. അതേ കാര്യം മറ്റൊരു ഭാഷയിൽ അഥവാ മറ്റൊരു രൂപത്തിൽ പടച്ചുറപ്പ് പറയുന്നു. വൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് താൻ പ്രവർത്തിച്ചതല്ലാതെ വേറെ ഒന്നും ഫലപ്പെടുകയില്ല. തൻ്റെ പ്രവർത്തനം അത് തന്നോടൊപ്പം നിഴൽ പോലെ തുടരും എവിടെയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ആ ദിവസത്തെക്കുറിച്ച് തന്നെ, അഥവാ മരണാനന്തര ജീവിതത്തിൽ ഭൂമിയിൽ നമുക്ക് മാതാപിതാക്കൾ, മക്കൾ, സമ്പത്ത്, അതുപോലെയുള്ള പല വിഭവങ്ങൾ, കുടുംബക്കാർ, നാട്ടുകാർ, അനുയായികൾ, ഇതൊക്കെ ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഉപകാരപ്പെടുത്താം. അടുത്ത ജീവിതത്തിൽ ഈ കെയർ ഓഫുകളൊന്നും നടക്കില്ല, താനും തൻ്റെ അമലും മാത്രം. അത് അല്ലാഹു പഠിപ്പിക്കുന്നു. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫഅത്തുൻ വലാ ഹും യുൻസറൂൻ. വിശുദ്ധ ഖുർആനിൽ ഇതാണ് അവസാനം ഇറങ്ങിയ ആയത്ത് എന്ന് പറയപ്പെടുന്നു. വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കുക. അതിലൂടെ മാനവരാശിക്ക് നൽകുന്ന മെസ്സേജ്, സന്ദേശം ഇതാണ്: ഒരു ദിവസത്തെ സൂക്ഷിക്കുക. അത് വരാനുണ്ട്. വരില്ലെന്ന് പറഞ്ഞതുകൊണ്ടോ കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ടോ നടപ്പാവുന്ന കാര്യമല്ലത്. വരാനുള്ളത് തന്നെയാണ്. അത് വഴിയിൽ തങ്ങുകയില്ല. അന്നത്തെ അവസ്ഥ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. ഒരു ഉപകാരവും. ബാപ്പയാണ്, ഉമ്മയാണ്, ബാക്കിയുള്ളവരാണ്, ബന്ധുക്കളാണ്, മിത്രങ്ങളാണ്, സ്നേഹിതന്മാരാണ്, അല്ലെങ്കിൽ ഭരണാധികാരികളാണ്. ഭരണാധികാരികളുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരുപാട് പ്രജകളുണ്ട്. പക്ഷെ അത് അവിടെ നടപ്പില്ല. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒരുപോലെയാണ്.
പരലോകത്തെ അവസ്ഥ. രാജാവും പ്രജയും അടിമയും ഉടമയും പണിക്കാരനും പണക്കാരനും എല്ലാവരും അല്ലാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറിൽ വിധി നടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരേ രൂപത്തിൽ. രാജാവിനൊരു പ്രത്യേക പരിഗണന ഉണ്ടോ? പരിഗണനയുള്ളവരുണ്ട്, അത് വേറെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുമുണ്ട്. എന്നല്ലാതെ ഭൗതിക ലോകത്തെ പണം, പ്രതാപം, ശക്തി, അനുയായികൾ ഇങ്ങനെയുള്ള പരിഗണന പടച്ച റബ്ബ് നൽകുന്നതേ ഇല്ല. അതാണ് ഞാൻ ഓതി വച്ച ആയത്ത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഒരു ദിവസം അന്ന് മക്കളോ മുതലോ മനുഷ്യന് ഉപകാരം ചെയ്യില്ല. ഒരുപാട് മക്കളുണ്ട് ഭൂമിയിൽ, അത് ഉപകാരമാണ്. ഒരു 10-12 മക്കളും കടാകട ബാല്യക്കാർ, മിടുക്കന്മാർ, യോദ്ധാക്കൾ അല്ലെങ്കിൽ പ്രാപ്തർ. അവർ ഒന്നുകിൽ ഗൾഫിലാണെങ്കിൽ അതങ്ങനെ വരവല്ലേ, ഓരോ ജാതി ചെക്കുകൾ, ഡ്രാഫ്റ്റുകൾ ഇങ്ങനെ വരികയാണ്. ഒരു മുറുക്ക് ഇടല്ല അടുത്ത മുറുക്ക് വരാമെന്ന് പറഞ്ഞതുപോലെ പണത്തിൻ്റെ വരവ് അത് ഭൂമിയിലാണ്. അതൊക്കെ നടക്കും, ശരിയാ. അതുപോലെ എൻ്റെ ഉപ്പാനെ തൊട്ടാൽ എന്ന് പറയാൻ മാത്രം ചങ്കൂറ്റമുള്ള മക്കൾ അത് ഉപകാരപ്പെടും, ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കും, അതൊക്കെ ശരിയാ. പക്ഷേ ഇതൊന്നും പരലോകത്ത് നടക്കില്ല. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് എന്നുള്ളത് പിറകെ വിശദീകരിക്കുന്നുണ്ട്. ലോലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ. ഒന്നും ചെയ്യരുത്, ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു കിഴി അല്ലെങ്കിൽ കോഴക്കിഴി അത് കൊടുത്തിട്ട് അങ്ങനെ ഒരു പ്രായശ്ചിത്തം കൊടുത്ത് കഴിച്ചിലാകാൻ പറ്റുമോ അവിടുന്ന്? ഇല്ല, അതുമില്ല. അങ്ങനെ ബ്ലഡ് മണി കൊടുത്ത് പ്രായശ്ചിത്തം നൽകി, കോഴ കൊടുത്ത്, കൈക്കൂലി കൊടുത്ത്, അതുപോലെയുള്ള തിരിമറികൾ, ഒരുപാട് തിരിമറികൾ മനുഷ്യന്മാർ ഭൂമിയിൽ ഉപയോഗിക്കാറുണ്ട്. അതവിടെ നടക്കുമോ? ഇല്ല, നടപ്പില്ല. വലാ തൻഫഉഹാ ശഫഅത്തുൻ. അവിടെ അതുപോലെ തന്നെ ശുപാർശ നടക്കില്ല. ഇത് അമ്മൻ്റെ ആളാണ്, ഇയാളുടെ കാര്യം ഞാൻ ഏറ്റു, അവിടെ ഒന്നും ചോദിക്കേണ്ടതില്ല, ഇത് വേണ്ടതുപോലെ ചെയ്യാം എന്ന് പടച്ചോൻ്റെ അടുക്കൽ നടക്കുമോ? ഇല്ല. കാരണം പടച്ചോൻ്റെ പടപ്പുകളാണ് എല്ലാം. ആകെ 2 യാഥാർത്ഥ്യങ്ങളാണുള്ളത്. ഒന്ന് പടച്ചവൻ, അവൻ ഒന്നാണ്. പിന്നെ അവൻ്റെ പടപ്പുകൾ അത് അനേകങ്ങളാണ്. എത്രയെന്നുള്ളത് ഒരാൾക്കും വിവരമല്ല, ഒരുപാട് പടപ്പുകൾ. അതുകൊണ്ട് തന്നെ ഓരോ പടപ്പിനെക്കുറിച്ചും ആ പടപ്പിനറിയുന്നതിനേക്കാളേറെ പടച്ചവനറിയാം. അത് അല്ലാഹു തആല പലയിടത്തായി വിവരിച്ചു തന്നതാണ്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടവും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അവനറിയാം, എല്ലാം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുക്കൽ ഭാഷാ പ്രശ്നമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചൂണ്ടിക്കാണിച്ച് കയറി ചെന്ന് റെക്കമെൻഡേഷൻ നടത്താൻ, ശുപാർശ നടത്താൻ ആരുമില്ല. ആ ശുപാർശ കൊണ്ടോട്ട് കാര്യവുമില്ല. ആ ശുപാർശ കൊണ്ട് ഭൂമിയിൽ നമുക്കത്തരം ശുപാർശകൾ അറിയാം. പലതും അനർഹമായി പിടിച്ചു പറ്റാൻ ഈ ശുപാർശ ഉപയോഗിക്കാറുണ്ട്. അത് പരലോകത്ത് നടക്കൂല. വലാഹും യുൻസറൂൻ. ഒരു സഹായം അവിടെ ലഭിക്കില്ല. തനിക്കുണ്ടോ പ്രവർത്തനങ്ങളുടെ പിന്തുണ എങ്കിൽ രക്ഷ. ഇത് മറ്റൊരു രൂപത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. മനുഷ്യന്മാരെ, എല്ലാവരോടും പറയണം, ഒരു കൂട്ടരോട് പ്രത്യേകിച്ചല്ല. ഇതാണ് എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നവും. പക്ഷെ ആളുകൾ ഇതിൽ നിന്ന് കുതറി മാറുകയാണ്. അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയം കാണുന്നില്ല. അങ്ങോട്ട് പൊളിച്ച് ജീവിക്കന്നെ, എന്ത് വന്നാലും ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലെയുള്ള ജീവിതം. പിന്നെ ശേഷം അത് അവിടെ എത്തിയിട്ട് നോക്കാമെന്ന ഒരു വലിയ ബുദ്ധിജീവി പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, ഇനി ഉണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് നോക്കാമെന്ന്. അത് നടക്കൂല, അവിടെ എത്തിയിട്ട് നോക്കാൻ കഴിയില്ല. കാരണം അവിടേക്കുള്ള കോപ്പുകൾ ഒരുക്കേണ്ട കേന്ദ്രം ഇത് ഭൂമിയാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഈ ഭൂമിയിൽ നമ്മൾ എന്താണോ വിതക്കുന്നത് അതാണ് അവിടെ കൊയ്യുക. ഇവിടെ തെന വിതച്ചാൽ തെന കൊയ്യും. വിനയാണ് വിതക്കുന്നതെങ്കിൽ വിനയായിരിക്കും കൊയ്യേണ്ടി വരിക. അതുകൊണ്ട് മനുഷ്യന്മാരോട് എല്ലാവരോടും പടച്ച റബ്ബ് പറയുന്നു, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷകനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തൻ്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യുകയില്ല. ഉപ്പ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാഹസമാണ് ചെയ്യുന്നത്, എല്ലാം മക്കൾക്ക് വേണ്ടി എന്ന രീതിയിലാണ്
മാതാപിതാക്കളുടെ സമീപനം, പെരുമാറ്റം, മക്കളുടെ വിഷയത്തിലാണ് അവർക്ക് എന്തൊന്നില്ലാത്ത താല്പര്യം. ഒരു മനുഷ്യൻ ഗൾഫിലെ ജീവിതം അവസാനിപ്പിച്ച് വരുന്ന സന്ദർഭം കേൾക്കൂ. അദ്ദേഹം എമ്പാടും പ്രവർത്തിച്ചു, എമ്പാടും ഉണ്ടാക്കി, മക്കൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി, ബന്ധുമിത്രങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വസ്ത്രം, അവരുടെ വിവാഹം, അവരുടെ വീട് വെക്കൽ, അവരുടെ വാഹനം തുടങ്ങി സകലമാന കാര്യങ്ങളും സജ്ജീകരിച്ച് സൗകര്യപ്പെടുത്തി. പെട്ടെന്നൊരു വേദന, ഗൾഫിലൊരു അത്യാവശ്യം ഭേദപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ ചെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ നിങ്ങൾ നാട്ടിലേക്ക് പോകലാണ് നല്ലത്, പലതുകൊണ്ടും നാട്ടിലെ ചികിത്സയാണ് നല്ലത് എന്ന് അഡ്വൈസ് ചെയ്തു. അങ്ങനെ തന്നെ എത്രയും വേഗം പോകണം എന്നാ. അങ്ങനെ തന്നെ അദ്ദേഹം പുറപ്പെട്ടു. നാട്ടിലെ സ്നേഹിതനെ വിളിച്ചു പറഞ്ഞു, വീട്ടുകാരെ അല്ല, വീട്ടുകാരെ ഇനി ബേജാറാവണ്ടെന്ന് വിചാരിച്ചിട്ട്, ഇന്നേടത്ത് താൻ എത്തണം, എനിക്ക് ഇന്ന ഡോക്ടറെ കാണണം, അയാൾ ഇന്ന വിഷയത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, അദ്ദേഹവുമായി ഒന്ന് കൺസൾട്ട് ചെയ്യണം എന്നാണ് ഫോണിലൂടെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ വണ്ടി കയറി ഈ എയർപോർട്ടിലെത്തി, സ്നേഹിതനും അവിടെ എത്തി. നേരെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഡോക്ടറെ സമീപിക്കുകയാണ്. ഡോക്ടർ രോഗിയോട് ഒന്ന് പുറത്തേക്ക് മാറി നിൽക്കാൻ വളരെ വിനയത്തിൽ പറഞ്ഞു. എന്നിട്ട് നിങ്ങളാരാണ്? ഫ്രണ്ട്. ആ ശരി. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. മനുഷ്യൻ്റെ ആന്തരിക കാര്യങ്ങൾ ഇത് ചിലതൊക്കെ നമ്മൾ പുതിയ ഗവേഷണത്തിലൂടെ അല്ലെങ്കിൽ യന്ത്രങ്ങളിലൂടെ അല്ലെങ്കിൽ പരിശോധനയിലൂടെ കണ്ടെത്താം. ആ കാര്യം അദ്ദേഹം ഫ്രണ്ടിനോട് പറഞ്ഞു. നൊമ്പരപ്പെട്ട് ഫ്രണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങേ പുറത്തിരിക്കുന്ന ആൾക്കറിയാം ഇതെന്തോ ഒരു പന്തികേടുണ്ട്. കാരണം പുറത്തിറക്കിയിട്ട് അയാളോട് പറയുന്നത്. അങ്ങനെ വേണോ വേണ്ടേ എന്നുള്ള വേറെ കാര്യം. നേരത്തെ അറിയിക്കുകയും അടുത്ത ജീവിതത്തിലേക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന നിലക്ക് കാര്യങ്ങൾ അറിയിക്കണമെന്ന മനോഗതിക്കാരും ഈ ഭിഷഗ്വരന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്തോ അത് അവരുടെ തർക്കം. ഏതായാലും നേരത്തെ അറിയണമെങ്കിൽ വേണ്ടതുപോലെ തൗബക്കും മറ്റുമൊക്കെ സമയം കിട്ടും, കെലിമ ചൊല്ലി ആശ്വസിക്കാൻ സമയം കിട്ടും. ഇവർ രണ്ടാളും കെട്ടിപ്പിടിച്ചാണ്ട് കാര്യം തന്നെയാണ്, വേറെ പറയാനൊന്നും കഴിയുന്നില്ല. സംഗതിയുടെ കിടപ്പ് മനസ്സിലാക്കിയ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എല്ലാം ചെയ്തു, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട വാഹനം, അവരുടെ എല്ലാ സൗകര്യവും, ഉന്നത വിദ്യാഭ്യാസം നൽകി, കുടുംബത്തിന് വേണ്ടത്, എൻ്റെ സഹോദരിമാരെ കല്യാണം കഴിച്ചത്, മക്കളെ കല്യാണം കഴിച്ചു ഒക്കെ പറഞ്ഞു. പടച്ചവനെ, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന ഖേദം ആ മനുഷ്യരെ വല്ലാതെ പിടികൂടി. അത് വരുന്നതിൻ്റെ മുമ്പാണ്. അതാണ് പറയുന്നത്, നിങ്ങളിതാ ഒരു വാപ്പാക്കും മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, കുഞ്ഞികൾക്ക് മക്കൾക്ക് നീ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? അതുമില്ല. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിൻ്റെ വാഗ്ദാനം അത് സംഭവിക്കുക തന്നെ ചെയ്യും. വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാച് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ എന്ന് റഹ്മാനായ റബ്ബ് മാനവരാശിയെ ഉപദേശിക്കുന്നു. ആ പരമവഞ്ചകൻ പിശാചുണ്ടല്ലോ, അവൻ്റെ കുതന്ത്രത്തിൽപ്പെട്ട് നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് അവൻ ദയാപൂർവം മാനവരാശിയെ ഉണർത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ ഈ അടുത്ത യാത്രയിലേക്കുള്ള കോപ്പുകൾ ഒരുക്കുവാൻ ജാഗ്രത പുലർത്തണം. റബ്ബ് പറയുന്നു, കുല്ലും ബിമാ കസബ റഹീൻ, ഓരോരുത്തരും താൻ എന്താണോ പ്രവർത്തിച്ചത് അതിന് പണയം വയ്ക്കപ്പെട്ടതാണ്. നമ്മൾ എന്താണോ പ്രവർത്തിച്ചത് അതിൻ്റെ പണയത്തിൽ, സ്വന്തം കർമ്മങ്ങളുടെ പണയത്തിലാണ് നമ്മൾ. ഇത് ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. അഥവാ നമ്മൾ കർമ്മഫലം അനുഭവിക്കും. ഭൂമിയിൽ അത് സാധിച്ചു കൊള്ളണമെന്നില്ല, പലപ്പോഴും സംഭവിക്കാം. പക്ഷേ അടുത്ത ജീവിതത്തിലാണ് അനുയോജ്യമായ പ്രതിഫലം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതൊരു വസ്തുതയാണ്, ഒരു സത്യമാണ്. ഭൂമിയിൽ ഒരാളെ കൊന്നോനും 10 ആളെ കൊന്നോനും 100 ആളെ കൊന്നോനും ഇനി എത്രയായാലും ശരി, അതിലൊരിക്കൽ മാത്രമേ എല്ലാവിധ കടമ്പകളും കഴിഞ്ഞാൽ പ്രതിക്രിയക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണ്? പരലോകത്താണ് ശരിയായ സംവിധാനമുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ സഹായിക്കാൻ, അതിന് അവരത് തലേ കത്തുമ്പോൾ മലയെ കത്തലാന്ന് ചോദിക്കലുണ്ട് സാധാരണഗതിയിൽ. അവനവന് തന്നെ എടുക്കാൻ മാത്രം പ്രാരാബ്ധങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ, ഞെരുക്കങ്ങളുണ്ട്. പിന്നെ ആരാനോ നോക്കുമോ? അത് ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇം മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നീഹി. യൗമ യഫിറുൽ മർഉ, മനുഷ്യന്മാരും മണ്ടുക.
എന്താ കഥ എന്നറിയാതെ പരക്കം പായാണ്. എവിടെ നിന്നൊക്കെയാണ് പായണത്? മിൻ അഖീഹി, സ്വന്തം ഉടപ്പറപ്പ്. ഇത് എൻ്റെ കാക്കയാണ്, എൻ്റെ ഉടപ്പറപ്പാണ്, ഒരു കുടലും വന്ന് പിരിഞ്ഞതാണ്. ഇല്ല, അതാ പറഞ്ഞത്, തനിക്ക് ചുട്ടാൽ കുട്ടി ചോട്ടിൽ. തലയെ കത്തുമ്പോൾ മലയെ കത്തുന്ന പരിപാടി ഉണ്ടാവില്ല, അതിനെപ്പറ്റി ആലോചിക്കൂല. അപ്പോൾ സ്വന്തം സഹോദരനെ വിട്ടിട്ടാ പാച്ചിൽ. ഉമ്മിഹി, അടുത്തതൊന്നും കൂടി മനുഷ്യനുമായി ബന്ധപ്പെട്ടതാ, തന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മ. ഈ ഉമ്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറുള്ള മനുഷ്യൻ. പക്ഷേ ഇപ്പോൾ ഉമ്മയെയും വേണ്ട, വിട്ടിട്ട് ഓടുകയാണ്. വബിഹി, പിന്നെ ഉപ്പ തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തിയ ഉപ്പയെയും ഇവന് വേണ്ട, ഓടുകയാണ്. വസാഹിബത്തിഹി, അതുപോലെ തന്നെ കൂട്ടുകാരി. അതാരാ? പ്രിയതമ, മധുരപ്പകുതി എന്നൊക്കെ. പലപ്പോഴും അധികാരത്തിൻ്റെ ഭാഗം പോലും ഈ മധുരപ്പകുതിക്ക് വേണ്ടി ഒഴിവാക്കാൻ മനുഷ്യന്മാർ തയ്യാറാകുന്നു. അധികാരം പോയിട്ട് ആദർശവും, തനിക്ക് താൻ പ്രേമിച്ചത് കിട്ടണം. അതിന് മാതാപിതാക്കൾ വിലങ്ങാണെങ്കിൽ മാതാപിതാക്കളെ ഒഴിവാക്കാം, രാജ്യം വിലങ്ങാണെങ്കിൽ രാജ്യവും വേണ്ട എന്ന രീതിയിൽ ചെങ്കോല് പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു ഈ സാഹിബത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ എത്തുമ്പം കോലം മാറുകയാണ്. സാഹിബത്തും വേണ്ട, ഭാര്യയെയും വേണ്ട, ഓ ബനീഹി, മക്കളെയും വേണ്ട, അങ്ങ് ഓടിപ്പോകുന്നു. എന്തേ കാര്യം? ലികുല്ലിംറിഇം മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നീഹി, എല്ലാവർക്കും പേറാൻ മാത്രം അവനവൻ്റേത് തന്നെയുണ്ട്. എന്നിട്ടല്ലേ ആരാൻ്റെത്? അവനാൻ്റെ കണ്ടം കൊത്തി തീർന്നിട്ട് വേണ്ടേ ആരാൻ്റെ കണ്ടത്തിലേക്ക് കൊത്താൻ? അവനവൻ്റേത് തീർന്നിട്ട് വേണ്ടേ ആരാൻ്റെത് എടുക്കാൻ? ഇതാണ് ഖുർആൻ. ഇത് ഒരു സരളമായ സത്യമാണ്, ലളിതമായ സത്യമാണ്, മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഈ അവസ്ഥയിൽ മറ്റൊരു രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നോക്കും, വലാ യസ്അലു ഹമീമുൻ ഹമീമാ. അവിടെയാണ്ട് എത്തിയാൽ ഒരു ഉറ്റവരെക്കുറിച്ച് വേറൊരു ഉറ്റ ബന്ധു ചോദിക്കൂല, എൻ്റെ അപ്പയുടെ നിങ്ങൾ കണ്ടോ, എൻ്റെ കാക്കയുടെ നിങ്ങൾ കണ്ടോ, എൻ്റെ ഉമ്മ എവിടെയാണ് നിങ്ങൾ കണ്ടോ? അങ്ങനെ ഉറ്റവരെ കുറിച്ച്, ഉടയവരെ കുറിച്ച്, ബന്ധുവിനെ കുറിച്ച്, ലോകക്കാരെ കുറിച്ച് ആരും ചോദിക്കൂല. ചോദ്യമല്ല, ഒരു ഉരിയാട്ടല്ലാത്ത ദിവസമല്ലേ. അങ്ങനെ ഒരു പിന്ന് വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദമായൊരവസ്ഥ, ജനകോടികൾ തിങ്ങിവിങ്ങി കഷ്ടപ്പെടുന്ന ആ സമയത്തും മിണ്ടാട്ടല്ല. ഹാദാ യൗമുലായന്തിക്കൂൻ, ഉരിയാട്ടമില്ലാത്ത ദിവസം. നമുക്ക് മരിച്ചോടുത്ത് പോയാലും കൂടി തൊള്ളടങ്ങി കുത്തിരിക്കാൻ കഴിയില്ല. അവിടെ തൊള്ളടങ്ങിയിരിക്കണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. സംസാരിക്കരുത്, വീഡിയോലിക്കരുത്, പുകവലിക്കരുത്, തീയുണ്ടാകരുത്, വളരെ നിശബ്ദമായാണ് ജനാസയെ അനുഗമിക്കേണ്ടത് എന്നൊക്കെ അള്ളാൻ്റെ റസൂല് പറഞ്ഞാലും നമ്മൾ പോകുമ്പോൾ എപ്പോഴേ വന്ന് എന്താ കാര്യം, ദുനിയാവിലെ എല്ലാ ഷോലും ആ സമയത്താണ് വരിക. മിണ്ടാതിരിക്കണം എന്ന് ആംഗ്യം വഴി കാണിച്ചാൽ പോലും അത് മനസ്സിലാകാത്ത രീതിയിലാണ് ആളുകളുടെ സംസാരം തിരിച്ചുള്ളത്. നോക്കൂ, പക്ഷേ ഇവിടുന്ന് അതില്ല, മിണ്ടൂല, ഒരക്ഷരം മൊഴിയില്ല. എന്നിട്ടൊരു ബന്ധുവിനെക്കുറിച്ചുള്ള അന്വേഷണം, ചോദ്യം, പരതലില്ല. യുബസ്സറൂനഹും, കാണാഞ്ഞിട്ടാ ഈ ആൾക്കാരുടെ ഒന്ന് കാണാഞ്ഞിട്ടായിരിക്കും. അല്ല, അല്ലാഹു തആല പറയുന്നു യുബസ്സറൂനഹും, അവർ അന്യോന്യം കാണിക്കപ്പെടും. കാണാത്ത പ്രശ്നമൊന്നുമല്ല, കാണും, അറിയും, മനസ്സിലാകും. എന്നിട്ട് കേൾക്കണം ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹ്, അന്നത്തെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന മാർഗം അതാണ് ആലോചിക്കേണ്ടത്. അന്ന് രക്ഷപ്പെടാൻ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന മാർഗം അത് ഇന്ന് നമ്മൾ ചിന്തിക്കണം. അവനാൻ്റെ മക്കളെ കൊടുത്തിട്ട് കഴിച്ചിലാകുകയാണെങ്കിൽ തിരക്കടില്ല. ബനീഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മക്കൾ, എൻ്റെ മക്കളെയൊക്കെ പാടാണ്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കഴിച്ചിലാകുകയാണെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ദിവസം. വസാഹിബത്തിഹി വ അഖീഹി, അതുപോലെ തന്നെ ഭാര്യയെ കൊടുത്തിട്ടും, അതുപോലെ തന്നെ സഹോദരൻ ഇക്കാക്കാനെ കൊടുത്തിട്ടും ഞാനൊന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ കൊള്ളാം എന്ന് മനുഷ്യന്മാർ ആഗ്രഹിക്കും. വഫസീലത്തിഹില്ലതീ തുബീഹി വമൻ ഫിൽ അർളി ജമിഅൻ സുമ്മ യുൻജീഹി, ഇവൻ അഭയം, പ്രതിസന്ധി ഘട്ടത്തിൽ ആശ്വാസവും അഭയവുമായി വർത്തിച്ച ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അവരെ കൊടുത്തിട്ടും താൻ രക്ഷപ്പെടണം, അതാണ് മനുഷ്യൻ ആഗ്രഹിക്കുക. അല്ല, എത്രത്തോളം ഖുർആൻ പറയുന്നു വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി, എല്ലാവരെ കൊടുത്തിട്ടാണ് കഴിച്ചിലാകുകയാണെങ്കിൽ അതായിരുന്നു നല്ലത് എന്നും. അപ്പോൾ അതൊന്നും അവിടെ നടക്കൂല. ഇനി ചരിത്രത്തിലെ ചില വശങ്ങൾ
ഇത് വൻലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഈ തത്വം സ്ഥാപിക്കുവാൻ വിശുദ്ധ ഖുർആൻ ചരിത്രത്തിലെ ഓരോ ദശാസന്ധികളിൽ നടന്ന സംഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉദ്ധരിച്ച് ബോധ്യപ്പെടുത്തുന്നു. ഒന്നാമത്തത് നൂഹ് നബിയുടെ ചരിത്രം തന്നെ. നൂഹ് നബി പറഞ്ഞാൽ മനുഷ്യന്മാർ ഒരു ജനത എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിലെത്തി. അതിൻ്റെ മുമ്പ് ആദം നബി മക്കൾ ഒരു ഫാമിലിയാണ്. പിന്നെ അതങ്ങനെ വർദ്ധിച്ച് അതിന് ജനസംഖ്യ ഇങ്ങനെ പെരുകി ജനത എന്ന ജനറൽ നെയിമിലേക്ക് ജനങ്ങൾ വളർന്നപ്പോൾ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കറിയാം, വളരെയധികം അംഗീകാരം നേടിയ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹബീബായ അബ്ദുൻ ഷക്കൂർ, നന്ദിയുള്ള അടിമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. നേരത്തെ പറഞ്ഞ ഉലുൽ അസ്മ്, ദൃഢമനസ്കരായ 5 പ്രവാചകന്മാരിൽ ഒരാളാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് നബി അനവധി കാലം തൗഹീദിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. രാവും പകലും ഊണും ഉറക്കുമില്ലാതെ പ്രവർത്തിച്ചു. പക്ഷെ എന്താണെന്നറിയോ, അങ്കുലി പരിമിതരായ ആളുകൾ മാത്രമാണ് വിശ്വസിക്കാനുള്ളത്. കൂട്ടത്തിൽ മോനും വിശ്വസിച്ചില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ നിരാശ ബാധിച്ചു. പടച്ചോൻ ഐറ്റങ്ങൾ നന്നാവില്ല, ഇവരെ ഒന്ന് നശിപ്പിക്കലായിരിക്കും നല്ലത്. കാരണം അടുത്ത തലമുറയിൽ പോലും പ്രതീക്ഷയില്ല. അള്ളാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു. നൂഹ് നബിയോട് പറഞ്ഞു, വസ്നഇൽ ഫുൽക ബിഅയ്യുനിനാ, ഇതാ ഞാൻ നിർദ്ദേശിക്കുന്നത് പ്രകാരം നമ്മുടെ മേൽനോട്ടത്തിൽ നീ ഒരു കപ്പലുണ്ടാക്കണം. നൂഹ് നബി കപ്പലുണ്ടാക്കുക പറഞ്ഞാൽ നമ്മളെ ഈ ആധുനികം എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ആളുകൾക്ക് വെള്ളത്തിൽ സഞ്ചരിക്കാൻ ഉതകുന്ന ഒരു പെട്ടകം, അത് ഉൽഫുൽക്ക്, ഒരു സഞ്ചാരത്തിന് സാധിക്കുന്ന ഒരു കപ്പലുണ്ടാക്കണമെന്ന്. കപ്പലുണ്ടാക്കുമ്പോൾ ഇവർ കളിയാക്കാനെ, ഇപ്പോൾ ഇതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഇപ്പോൾ ആ കപ്പലുണ്ടാക്കുകയാണെങ്കിൽ വെള്ളത്തിലല്ലേ, അതൊക്കെ കേൾക്കുകയും ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും എന്ത് പറയല്ലേ, കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും, ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവും എന്ന്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ആകാശവും ഭൂമിയും ഒരുപോലെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു. ആകാശത്തിൻ്റെ ചീപ്പാണ് തുറന്നു. അതാ വെള്ളം കണ്ട് കൂത്തിയൊഴുകി. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു, അത് വഫാറത്തന്നൂർ, അടുപ്പിൻ കല്ലിൽ നിന്ന് പോലും വെള്ളം പൊട്ടിയൊഴുകി. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത്? ഇനി എന്താ വേണ്ടത്? ഇനി വെള്ളത്തിന് അങ്ങനെ വരാനൊരു പ്രയാസമുള്ളത് അവിടെയാണല്ലോ. അവിടുന്നും വന്നു. നേരത്തെ മഴ ഇല്ലാത്തതായിരുന്നു അവിടുത്തെ പ്രശ്നം. ആദ്യം മഴ തീരല്ല. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ വെള്ളമില്ലട്ടോ, മഴയില്ലട്ടോ, കുട്ടികൾ പ്രസവിക്കുന്നില്ലട്ടോ, സാമ്പത്തിക മാന്ദ്യട്ടോ, പുഴ വറ്റിപ്പോയി, ഉൽപ്പന്നം ഇല്ലട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നൂഹ് നബി അതിന് പ്രതിവിധിയായി, പ്രശ്നപരിഹാരമായി അവരുടെ മുമ്പിൽ പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങുക, ഓ പുറത്തു വരും. എന്നാലോ അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ദുനിയാവിലും ജീവിതം ഉണ്ടാവും. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, യഥേഷ്ടം അവൻ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും. ഇപ്പം നമുക്ക് മഴ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെരുന്നൊലോളിയാണ്. പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ഖുർആനിലൂടെ മനസ്സിലാക്കാം. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, അപ്പം മുതലും ഉണ്ടാവും, മക്കളും ഉണ്ടാവും. വയജഅല്ലക്കും ജന്നാത്തിൻ വയജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളുണ്ടാകും, പുഴയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് പ്രശ്നമാക്കണ്ട എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത് കാണാൻ കഴിയും. അതാണ്ട് കഴിഞ്ഞ് പിന്നെ മഴ തന്നെ, പെരും മഴ, അതിവൃഷ്ടി. കപ്പലിൽ എല്ലാത്തരം ജീവികളുടെ ഇണകളെയും പ്രവേശിപ്പിച്ചു, തങ്ങളുടെ വിശ്വാസികളെയും അതിൽ പ്രവേശിപ്പിച്ചു. മോനുണ്ട് തൊട്ടപ്പുറത്ത്. മോനോട് പറഞ്ഞു, മോനെ യാ ബുനൈ ഇർകബ് മാന, ദാ ദീക്ക് കയറുക, ഈ കപ്പലിൽ കയറുന്നു. അപ്പോൾ വനാദാ നൂഹുൻ ഇബ്നഹു, മോനെ വിളിച്ചിട്ട് കുഞ്ഞാനെ ഇങ്ങോട്ട് വാ എന്ന് മോനെ പ്രിയപ്പെട്ട ശൈലിയിൽ തന്നെ വിളിക്കണം. അപ്പോൾ മോൻ പറഞ്ഞത്, ഇതേ സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ വല്ല മലൻ്റെ നെറുവിലും കയറിയിട്ട് രക്ഷപ്പെടാം. നിങ്ങളൊരു കപ്പൽ, അതിലുള്ള ജീവികളൊക്കെ അതും ഞാനില്ല, ഞാൻ വല്ല മലൻ്റെ നെറുവിലും കയറിക്കോളാം. ബാപ്പ പലതും പറയാൻ പരിശ്രമിക്കുന്ന സമയത്ത് വഹാല ബൈനഹുമൽ മൗജ്, അത് അല്ലാഹു തആല അവസരം കൊടുത്തില്ല. അവർക്കിടയിൽ ഒരു തിരമാല, പായ മടക്കി വരുന്നത് പോലത്തെ തിരമാല അങ്ങനെ വന്നു. മകനാണ് ക്ലോസ്ഡ്,
അധികമൊന്നും പറയാൻ അള്ളാഹു തആല സമ്മതിച്ചില്ല. എല്ലാവരും 13 15 തന്നെ. ഒരു കൂട്ടരുടേത് 18 വേറെ കൂട്ടരുടേത് 12. നൂഹ് നബിൻ്റെ മോനാണ്. ഒന്ന് ചക്കര ഒന്ന് കൊപ്പര ഇല്ല, പടച്ചോൻ്റെ അടുക്കൽ അതില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ തലക്കെട്ട് ന്യായവിധി നാൾ. ന്യായമാണ് അവിടെ നടക്കുന്നത്, നീതിയാണ് അവിടെ നടക്കുന്നത്. ചക്കരയും കൊപ്പരയും എന്ന വേർതിരിവില്ല. ആരാണോ ഉപ്പ് തിന്നത് ഓൻ വെള്ളം കുടിക്കണം, അത് തന്നെ. ആ രീതിയിൽ സംഭവം കഴിഞ്ഞു. വസ്തവത്താലൽ ജൂതി പർവ്വതത്തിൽ കപ്പൽ നങ്കൂരമടിച്ചു. ഈ കപ്പലിൻ്റെ അവശിഷ്ടം ആധുനികൻ്റെ മുമ്പിൽ ലഭ്യമാണ്. എല്ലാവരും പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഭാണ്ഡവുമായി അതിൻ്റെ കഷ്ണം, ഈ പെട്ടകം ഏത് മരാണിത്, എത്ര ആണി, ഏതാണി, അതൊക്കെയാണ് ആലോചിക്കുന്നത്. അതിൻ്റെ മർമ്മത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇവിടെ വിശ്വാസവും അവിശ്വാസവും തൗഹീദും ശിർക്കും തമ്മിലൊരു സംഘട്ടനം നടന്നിരുന്നു. ആദർശ സംഘട്ടനം. ഇതിലവസാനം ആദർശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സുരക്ഷാ പെട്ടകമാണിത് എന്ന് മനസ്സിലാക്കാൻ ആധുനികന് കഴിയാതെ പോകുന്നു. അത് ദൗർഭാഗ്യകരം തന്നെ. നോക്കൂ നിങ്ങൾ, ഞാൻ അത്തരം വിഷയത്തിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചിന്തയാണ്, ഒരു പഠനമാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. ബാപ്പ നബിയാണ് എന്നതുകൊണ്ട് മോനൊരു രക്ഷയില്ല, മോനുണ്ടാക്കിയ മോനും കിട്ടിയെന്ന്. ഇനി അത് മാത്രമല്ല, ഈ കപ്പൽ അങ്ങനെ നങ്കൂരം അടിച്ചിട്ട് എല്ലാവരോടും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറയാണ് നൂഹ് നബി. ഇറങ്ങിക്കോളിയറിഞ്ഞു. വെള്ളം വറ്റി ജീവിക്കാനുള്ള തുറന്ന അനുമതി ലഭിച്ചു. ആ സുഖസുന്ദരമായ ഭൂമിയിലേക്ക് ശിർക്ക് നിഷ്കാസനം ചെയ്യപ്പെട്ട ഭൂമിയിലേക്ക് തൗഹീദിൻ്റെ മക്കൾക്ക് വീണ്ടും ജീവിക്കാൻ അവസരം. നൂഹ് നബി കപ്പലിൽ നിന്ന് ഇറങ്ങുന്നില്ല. നൂഹ് നബി പെരും വിലാപ്പവും പടച്ചോനോടുള്ള സംസാരവും തന്നെയാണ്. ഇന്ന ബനീ മിൻ അഹ്ലി, പടച്ചോൻ എൻ്റെ മോൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ, ഓൻ രക്ഷപ്പെട്ടില്ലല്ലോ എന്ന മകനെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തെ ആകുലപ്പെടുത്തി. അപ്പോൾ അല്ലാഹു തആല നൂഹ് നബിയോട് പറയുന്നു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിൻ്റെ കുടുംബമല്ല പ്രശ്നം, ആദർശമാണ് പ്രശ്നം. അതുകൊണ്ട് നിൻ്റെ ആദർശത്തിലല്ല അവൻ. എന്നിട്ട് ആ വിഷയം അവസാനിപ്പിക്കുന്ന കേൾക്കൂ. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ. ഇനി മേലാൽ നിനക്കറിയാത്ത കാര്യം ഇങ്ങോട്ട് പറയരുത്, അവിവേകം അരുത് എന്ന് നിനക്ക് വാണിംഗ് നൽകുകയാണ് എന്ന് അല്ലാഹു തആല ആദരവായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ പരലോകത്ത് എന്ത് നടപടി എന്നതിനെക്കുറിച്ച് നൂഹ് നബി ആകുലപ്പെടുന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആളുകൾ ഈ എന്തെങ്കിലും രണ്ടാലൊന്ന് തീരുമാനമാകണം, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ എന്ന രീതിയിൽ പ്രവാചകന്മാരെ കാണാൻ ആ മാനവരാശി കൂട്ടായ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഫലമായി നൂഹ് നബിയെ സമീപിക്കുമ്പോൾ നൂഹ് നബി കൈമലർത്തുന്നതുമൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതിരിക്കട്ടെ, ഇനി നൂഹ് നബിൻ്റെ ഭാര്യയെക്കുറിച്ചും മറ്റൊരു പ്രമുഖ പ്രവാചകൻ്റെ ഭാര്യയെക്കുറിച്ചും ഒന്നായി പടച്ചറബ്ബ് പറയുന്ന ഒരു വസ്തുത കേൾക്കും. അതൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യ. രണ്ടാളും ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ആദർശത്തിലില്ല, കള്ളക്കളിയാണ്. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രയോഗം അല്ലാഹു തആല ഒരു ഉപമ പറയുന്നു. ആർക്ക്? നിഷേധികൾക്ക് ഒരു ഉപമ. ആരെ? ഇംറഅത നൂഹ് ഇംറഅത ലൂത്ത്, രണ്ട് മഹാത്മാക്കളായ പ്രവാചകന്മാരായ ഖുർആൻ അവരുടെ പേരെടുത്ത് പറഞ്ഞ ത്യാഗപൂർണമായ ജീവിതം നയിച്ച എന്നും അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമുള്ള മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരുടെ അവരുടെ രണ്ടാളുടെയും ഭാര്യമാർ. ആർക്കുപമ? നിഷേധികൾക്ക്. വൈപരീത്യം തോന്നും. മഹാന്മാരായ പ്രവാചകന്മാർ, അവർ തങ്ങന്മാരെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവരുടെ സ്വാഭാവികമായും അവരുടെ ഭാര്യമാരായിരിക്കും, ബീവിമാരായിരിക്കും. അപ്പോൾ ഈ പദവി കൊണ്ട് ഒരു ഉപകാരമില്ല, ഒരു നേട്ടമില്ല. കാനത്ത അല്ലാഹു തആല തന്നെ അത് നമ്മളെ ചിന്തിക്കാൻ വിടുകയല്ല, ഇവിടെ തന്നെ വിവരിക്കുകയാണ്. കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. ഈ രണ്ട് പെണ്ണുങ്ങളും
ഉന്നതരായ 2 പുരുഷന്മാരുടെ കീഴിലായിരുന്നു. ഫഹാനത്താഹുമ, പക്ഷെ അവർ വഞ്ചിച്ചു, ഭർത്താക്കന്മാരെ ആദർശരംഗത്ത് വഞ്ചിച്ചു. അതുകൊണ്ട് തങ്ങളുടെ ഭർത്താക്കന്മാർ പ്രമുഖന്മാരാണ്, പ്രവാചകന്മാരാണ്, പ്രബോധകന്മാരാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ചവരാണ് എന്ന പരിഗണന അവർക്ക് ലഭിച്ചില്ല. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അവർക്ക് അള്ളാഹിൻ്റെ അടുക്കൽ യാതൊരു ഉപകാരവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലിൻ, അതാ നരകത്തേക്ക് പലരും പോണ, അക്കൂട്ടത്തിൽ നിങ്ങളും കയറിക്കോളിയെന്ന് തന്നെയാണ് അവരോടും പറയുന്നത് എന്ന് കാണും. അപ്പോൾ ഭർത്താക്കന്മാർ നന്നായതുകൊണ്ട് ഭാര്യമാർക്ക് ഉപകാരമില്ല എന്ന് ഈ ചരിത്രത്തിലൂടെയും അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരും ആരുടെയും പാപഭാരം പേറില്ല. ഓരോരുത്തർക്കും താങ്കൾ എന്തുണ്ടാക്കിയോ അതേ കിട്ടുള്ളൂ. തെരപ്പം കെട്ടിപ്പോകുന്ന പരിപാടിയില്ല. മുമ്പ് പഴയ കാലത്ത് പുഴയെ കൂടെ പല ജാതി മരങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടാണ് ഇവിടേക്ക് കല്ലായിക്ക് മരം എത്തിക്കലും. അതിൽ ആണ്ടലും ഉണ്ടാവും, പൊങ്കലും ഉണ്ടാവും, മുന്തിയതും ഉണ്ടാവും, താന്നതും ഉണ്ടാവും. ഒക്കെപ്പാടെ കെട്ടിയിട്ട് കയറുമ്മ കെട്ടിയിട്ട് ഇങ്ങോട്ട് കല്ലായിക്ക് എത്തിക്കും. ഇതുപോലെയല്ല പരലോകത്ത് മനുഷ്യന്മാർ എഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ആണ്ടലും പൊന്തലും കൂടി ഒന്നിച്ച് പോകൂല. അതൊന്ന് വേറെ, ഇതൊന്ന് വേറെ, തരിപ്പ, അത് തരിച്ചിട്ട് തന്നെയാണ് വേർതിരിക്കുക എന്ന്. മറ്റൊരു സംഭവം നോക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു ജനവിഭാഗവും എവിടെയും അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ പേര് ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നിന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പിന്നീട് പ്രവാചകന്മാരുണ്ടായത്. ഇസ്ഹാഖ് നബിയിലൂടെയും അവസാനത്തെ പ്രവാചകൻ, അതിന് പിതാവായി വരുന്ന ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഈ 2 പരമ്പര. ഇസ്ഹാഖ് പരമ്പരയിലൂടെ എമ്പാടും നബിമാർ വന്നു. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ ഊർ പട്ടണത്തിലാണ് അദ്ദേഹം ഭൂജാതനാകുന്നത്. ഉപ്പ നേരെ ഉൾട്ട, ഷിർക്കിൻ്റെ കൊടിയ കോമരം. ദൈവത്തിന് അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നിട്ട് ചൈതന്യം മൂപ്പര് തന്നെയാണ് പകരും. എന്നിട്ട് ആ ദൈവത്തിനെ അവർ തന്നെയാണ് ആരാധിക്കും. അവനാൻ്റെ നിർമ്മിത ദൈവങ്ങൾ അതിനെ പൂജിക്കുക മനുഷ്യന്മാർ. അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. എന്നിട്ട് ഇതിനെതിരിൽ പടപൊരുതുന്ന മകൻ ഉപ്പാനോട് പറയുന്നൊരു രംഗം സൂറത്ത് മറിയമിൽ നമുക്ക് കാണാൻ കഴിയും. ഹൃദയസ്പൃക്കായ വിധത്തിൽ പടച്ചറബത് നമുക്ക് വിവരിച്ചു തരുന്നു. ബാപ്പയും മോനും തമ്മിൽ വാപ്പ എന്ത് പറഞ്ഞാലും മോൻ്റെ സംസാരത്തിനൊരു അപാകതയില്ല. അയ്യേ മോൻ അപ്പറഞ്ഞത് ശരിയായില്ല, എന്തായാലും ബാപ്പയല്ലേ എന്ന് പറയാറില്ലേ? അങ്ങനെ ഇബ്രാഹിം നബിയുടെ സംസാരത്തിലോ ശൈലിയിലോ അങ്ങനെ ഒന്ന് ലോകത്തൊരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം അതിമനോഹരമായ ശൈലിയിലാണ് ബാപ്പയോട് ഇബ്രാഹിം നബി ആദർശപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഒരു രംഗം നോക്ക്. ഇത് ഖാലലി അബീഹി, ഇബ്രാഹിം നബി പിതാവിനോട് പറഞ്ഞു, യാ അബത്തി. നമ്മളെ മലയാളത്തിൽ പറയണം എൻ്റെ പൊന്നുപ്പാന്ന് തന്നെ, പൊന്നുപ്പാ, യാ അബത്തി. ആ രീതിയിൽ തന്നെ അഭിസംബോധന. ഓരോ കാര്യം പറയുമ്പോഴും പുട്ടിൽ തേങ്ങടണ മാതിരിയിൽ യാ അബത്തി എന്ന പ്രയോഗം തുടർന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പിതാവിൻ്റെ നന്മ ഉദ്ദേശിച്ച് കൊണ്ട് തന്നെ എന്ത് കാര്യമായാലും ശരി എന്ന നിലക്കാണ് പ്രയോഗം. ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ബാപ്പ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഇതിനെന്തിനാ പൂജിക്കണെന്ന് ബാപ്പാനോടാണ് ചോദിക്കണത്. ബാപ്പാനോട് തന്നെ ചോദിക്കണം. ആദ്യം അവനാൻ്റെ വീട്ടിൽ പറയണമല്ലോ ഇത്. എന്നിട്ട് അടുത്ത കാര്യം, ഇതൊരു ചിന്താ പ്രശ്നം ബാപ്പാൻ്റെ മുമ്പിൽ വെച്ചു. അടുത്തതും അങ്ങനെ തന്നെ, യാ അബത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാലം യഅതിക ഫത്തബിനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. ബാപ്പ ഞാനീ പറയണ നിങ്ങൾ വിചാരിക്കണ്ട, എനിക്കിത് സംബന്ധിച്ചുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. അറിവുണ്ട്, വെറുതെ വെകിട് പറയുകയല്ല, പ്രമാണത്തിൻ്റെ പിന്തുണയില്ലാതെ പറയുന്നതല്ല, ഊഹം കൊണ്ട് പറയുന്നതല്ല, അവിവേകം കൊണ്ട് പറയുന്നതല്ല, കൃത്യമായ അവബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി വിവരമുണ്ട്, അതുകൊണ്ട് അപ്പ അത് പറയണം. ഫത്തബൈനി, അതുകൊണ്ട് വാപ്പ ഈ ആദർശം നിങ്ങൾ പിൻപറ്റണം. അഹ്ദിക സിറാത്തൻ സവിയ്യ, നിങ്ങളെ നാം ഏറ്റവും നല്ല വഴിയിലേക്ക് ദർശനം ചെയ്യാം. അടുത്തത് 3-ാമത്തെ കാര്യം പറയുന്നു. അപ്പോഴിതന്നെ ഇതേ ശൈലി തന്നെ, യാ അബത്തി ലാ തഅബുദി ശൈത്താൻ. ബാപ്പ ചെകുത്താനെ പൂജിക്കരുത്.
ചെകുത്താനെ പൂജിക്കാറും ചെകുത്താനെ നേരിട്ട് പൂജിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മളെ കോഴിക്കോട്ടും കൊച്ചിയിലുമൊക്കെ ചെകുത്താനെ പൂജിക്കുന്നവർ തന്നെയുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അത് വേറെ. പിന്നെ ചെകുത്താൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വേറെയുണ്ട്. രണ്ടായാലും അത് ചെകുത്താൻ പൂജ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബാപ്പാ നിങ്ങൾ പിശാചിനെ പൂജിക്കരുത്, കാരണം കാനലിർ റഹ്മാനി അസിയ, പിശാച് പരമകാരുണികൻ്റെ ധിക്കാരിയാണ്. അത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. അത് എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തെ ഉണർത്തിയിട്ടുമുണ്ട്. ഇനി പറയുന്നു, ഇനിയും വിഷയം പറയാണ്. ദാ നാലാമതൊരു കാര്യം കൂടി വിളിച്ചു പറയുന്നു, യാ അബതി. പാപ്പ അപ്പോഴും അത് തന്നെ, അതേ പ്രയോഗം തന്നെ, യാ അബതി. ഇതാണ് പറയാതിരുന്നാൽ, ആളുകൾ ഈ വിഷയം മനസ്സിലാക്കാതിരുന്നാൽ എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഖുർആൻ ഉദ്ധരിക്കുന്നത്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. ബാപ്പാ, എൻ്റെ പൊന്നാരുപ്പ, പടച്ചോൻ്റെ അടുക്കൽ നിന്ന്, പരമകാരുണികൻ്റെ അടുക്കൽ നിന്ന് വല്ല ശിക്ഷയും നിങ്ങൾക്ക് വന്നിറങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫതകൂനലി ശൈത്താനി വലിയ, അങ്ങനെ പിശാചിൻ്റെ ആളായി മാറിയെങ്കിലോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട്, ഇത്ര ഭംഗിയായി പറഞ്ഞിട്ടും ബാപ്പാൻ്റെ പ്രതികരണം ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, എന്താ അപ്പം ഞങ്ങളെ ഈ ദൈവങ്ങളെയൊന്നും നിനക്ക് വേണ്ടാന്നോ? നീ ഐറ്റങ്ങളെയൊക്കെ വെറുക്കുകയാണെന്നോ? കോലം മാറി. എന്തൊരു ഭംഗിയായിട്ട് ഇങ്ങനെ കരളലിപ്പിക്കുന്ന രീതിയിൽ ആദർശ സംവാദം ഇബ്രാഹിം നബി നടത്തിയിട്ടുണ്ടെങ്കിലും ബാപ്പാൻ്റെ കോലം മാറി. ആഹാ, അങ്ങനെ പോയോ? ലൈലം യന്തഹില അർജുമന്നക വഹ്ജുർനി മലിയ. ഈ ഏർപ്പാടിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ എറിഞ്ഞ് ഞാൻ നിന്നെ നാട് കടത്തും, എൻ്റെ പൊരേക്ക് കണ്ട് വരണ്ട. വഹ്ജുർനി മലിയ, വിട്ടുപോകണം പെടുന്നു, എൻ്റെ പൊരേക്ക് വരണ്ട. ആട്ടി പുറത്താക്കി. എന്നിട്ടോ ഇബ്രാഹിം നബിക്ക് ക്രോധം കാണിച്ചോ, ദേഷ്യം കാണിച്ചോ, അപമര്യാദയായി അവിവേകത്തോടു കൂടി പറഞ്ഞോ? ഇല്ല. അപ്പോൾ പറഞ്ഞ വാചകം കൂടി ഖുർആൻ ഉദ്ധരിക്കുന്നു. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യാ. എന്നാ ബാപ്പ ഞാൻ പോവുക, തർക്കുത്തരത്തിനൊന്നുമില്ല, എന്നാലും ഞാൻ ബാപ്പാനൊക്കെ വേണ്ടിയിട്ട് റബ്ബിനോട് ദ്വാരക്കും. എൻ്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും, ഇസ്തിഗ്ഫാറിന് വേണ്ടി ദ്വാരക്കും. എന്നിട്ട് അല്ലാഹു തആല ഈ സംഭവമൊക്കെ ഉദ്ധരിച്ച് പിന്നെ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, ഇബ്രാഹിം നബി നിങ്ങൾക്ക് മാതൃകയാണ്, ഉസ്വത്തുൻ ഹസന. പക്ഷേ ഇല്ലാ ഖൗല ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഒരു സംസാരം മാതൃകയല്ല കേട്ടോ. അതെന്താണെന്നറിയോ? അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞു, ലഅസ്തഗ്ഫിറന്ന ലക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപമോചനത്തിന് വേണ്ടി ദ്വാരക്കും എന്ന് പടച്ചോനോട് പറഞ്ഞു. ആ വാചകം മാതൃകയല്ല. അപ്പോൾ മഹാനായ പ്രവാചകൻ്റെ ജീവിതത്തിൽ, കളവ് തീരെ പറയാത്ത ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ, ഒരു കറുത്ത പുള്ളി കാണിക്കാൻ കഴിയാത്ത ജീവിതത്തിൽ ഈ വാചകം ബാപ്പാക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കും എന്ന് വീട് വിട്ട് ഇറക്കി വിടുന്ന സമയത്ത് പറഞ്ഞു. അത് മാതൃകയല്ല എന്ന് നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് കേൾപ്പിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവിടുന്ന് വീട് വിട്ട് പോകുന്നു. പിന്നെ ഇബ്രാഹിം നബിയുടെ ചരിത്രം വേറെ പറയുന്നു. പരലോകത്ത് വെച്ച് ഇവർ രണ്ടാളും തമ്മിൽ കാണുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, യുബസ്സറൂനഹും, കാണിക്കപ്പെടുകയാണ് ഇബ്രാഹിം നബിക്ക് ബാപ്പയെയും ബാപ്പയ്ക്ക് ഇബ്രാഹിം നബിയെയും കാണാൻ കഴിയുന്നു. അത് യൽഖാ ഇബ്രാഹിം അബാഹു ആസറ യൗമൽ ഖിയാമ വഅലാ വജ്ഹി ആസർ ഖതറ വഗബറ. ഇങ്ങനെ ബാപ്പാനെ കണ്ട് കാണുമ്പോൾ ബാപ്പാൻ്റെ മുഖത്തും ശരീരത്തിലും ആകെ പൊടിപടലം, വല്ലാത്തൊരു കോലത്തിലാണ് ബാപ്പാനെ കാണുന്നത്. ഫയഖൂലു ലഹു ഇബ്രാഹിം, അപ്പോൾ ബാപ്പാനോട് പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടി ഇബ്രാഹിം നബി പറയണം, അലം അകുല്ലക ലാ തഅ്സിനി, ബാപ്പാ നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്നെ നിങ്ങൾ ധിക്കരിക്കരുതെന്ന്. ഫയഖൂലു അബൂഹു, അപ്പോൾ ബാപ്പ പറയാണ്, ഫല്യൗമ ലാ അസിക്, മോനെ ഞാൻ ഇന്ന് ഇന്റാനെ ധിക്കരിക്കുകയേ ഇല്ല. ഒക്കെ ഞങ്ങളെ മലപ്പുറം പ്രയോഗം കേട്ടോ, എൻ്റെ മോനെ ധിക്കരിക്കുകയില്ല എന്ന്. അവിടുന്ന് പറയുന്നത്, വൈകി ഉദിക്കുന്ന ബോധം കൊണ്ട് എന്താ കാര്യം? ഫലം ചെയ്യുമോ? അവിടെ ഇല്ലല്ലത് ഏർപ്പാട്, അത് പ്രതിഫല വേദിയാണ്. ഇവിടെ ഇരുന്ന് വേണ്ടിയിരുന്നത്, അവിടുന്ന് ഇത് തോന്നേണ്ടിടത്ത് തോന്നണം. വൈകി ഉദിച്ചത് കൊണ്ട് കാര്യമില്ല. ഫല്യൗമ ലാ അസീഖ്,
എന്ന് പറയുന്നു. ആ സമയത്ത് ഇബ്രാഹിം നബി ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുനിയുന്നു. യാ റബ്ബി ഇന്നക വഅത്തനീ നീ അല്ലാ തുഹ്സിനീ യൗമ യുബ്അസൂൻ, എന്നെ അപമാനിക്കല്ല റബ്ബേ, എൻ്റെ വാപ്പ നരകത്തിൽ നിഷേധിയായി എന്ന രൂപത്തിൽ തള്ളപ്പെടുമ്പോൾ അതൊരു അപമാനം തന്നെ. പക്ഷേ അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറയാണ് എന്തെന്ന് അറിയോ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അമ്പിയാക്കന്മാരെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമുണ്ട്, അവിടെ വെച്ചായി പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറയുന്നു ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, അത് സത്യനിഷേധികൾക്ക് സ്വർഗമില്ല, അത് ഞാൻ നിഷിദ്ധമാക്കിയതാണ്. ഇത് ന്യായം നടക്കുന്ന, നീതി നടക്കുന്ന പരലോകമാണ്. മാലിക് യൗമിദ്ദീൻ നമ്മൾ ആവർത്തിച്ച് പറയുന്നില്ലേ, അതെ, അതിന് മാത്രം കോളുണ്ടായിട്ട് തന്നെയാണ്. സംഗതി ചെറിയൊരു ശകലമാണ്. പക്ഷേ 7 ആകാശങ്ങളും 7 ഭൂമിയും നിറയാൻ മാത്രം വസ്തുതകളും ആദർശങ്ങളും അടിസ്ഥാന വിഷയങ്ങളും അതിൽ അടങ്ങിയ ഒരായത്താണിത്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. അവിടെ വേറൊന്നുമില്ല, എല്ലാവർക്കും ഒരേ നീതി തന്നെ. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാൽ കീഴിൽ എന്തോ തട്ടിപ്പിടച്ചുകൊണ്ട് ഒരു ജീവി പ്രത്യക്ഷപ്പെടുകയും ആ ജീവി അങ്ങനെ തന്നെ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം പിന്നീട് ഹദീസിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് തന്നെയാണ്, മോൻ നന്നായി വിചാരിച്ചിട്ട് ബാപ്പാക്കും വലിയ കാര്യമൊന്നുമില്ല എന്ന്. ഇനി ഭാര്യ നന്നായിട്ട് ഭർത്താവിന് വല്ല കാര്യമുണ്ടോ, അതും നോക്കണമല്ലോ, അങ്ങനെയും അറിയണമല്ലോ. അതും ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. വളറബല്ലാഹു മസലൻ, ആളുകൾക്ക് ഉപമയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു തആല. ഏതാ ചരിത്രം എന്നറിയോ? അത് ഫിറൗൻ ആസിയ സംഭവമാണ്. നമുക്കറിയാം, മൂസാ നബി ഇസ്രായേൽ സമൂഹത്തിൽ ഈജിപ്തിൽ ജീവിക്കുന്ന സന്ദർഭം. ഒരു മനുഷ്യൻ്റെ ഗുണം കൊണ്ട് ഒരു സമുദായം ഒന്നായിട്ട് ആ നാട്ടിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. ആരാ മനുഷ്യൻ? അത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിനോട് രാജാവ് പറഞ്ഞു, എല്ലാ പരിശുദ്ധിയും ബോധ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വിവേകവും ബുദ്ധിയും നന്മയും ഗുണവും രാജ്യത്തിനോടുള്ള കടപ്പാടും എല്ലാം മനസ്സിലാക്കിയ രാജാവ് പറഞ്ഞു, യൂസുഫ്, ഇനി നീ എവിടേക്കും പോകേണ്ടതില്ല, നിന്നെ എനിക്ക് വേണം, നീ എനിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. യൂസുഫ് നബിനോട് രാജാവ് എന്താ വേണ്ടത് ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണ് ബാപ്പിയമ്മയും ബാക്കിയുള്ള സഹോദരങ്ങളും ഒരലമ്പില്ലാതെ ഈ യൂസുഫ് നബി ഇവരെയൊക്കെ സ്വീകരിച്ചു. ബാപ്പാനും ഉമ്മാനും സ്വീകരിച്ചു എന്ന് മാത്രമല്ല, സഹോദരന്മാരെയും സ്വീകരിച്ചു. അതെന്തത്ര പ്രത്യേകം പറയുന്നത്? പ്രത്യേകം പറയാണ്ടായിട്ട് തന്നെ ഓല പിത്തനെയാണ് ഇക്കോലത്തിൽ ഈ യാതനകൾ, നേരത്തെ ഉണ്ടായ യാതനകളൊക്കെ അനുഭവിച്ചതും. പക്ഷെ അവിടങ്ങളിലൊക്കെ തൻ്റെ ധാർമ്മികത നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ സാധിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വെച്ചടം പുരോഗതിയിലേക്ക് യൂസുഫ് നബി പുരോഗമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് വേറൊരു വിഷയം. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഹിമ കൊണ്ട് ആ സമുദായത്തിന് ഒന്നായിട്ട് രക്ഷ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോലം മാറി, അപ്പോൾ ശിക്ഷയും വന്നിറങ്ങി. ആ ശിക്ഷയുടെ ഭാഗം എന്ന നിലക്ക് ഭരണകൂടം തോന്നിയാസം ചെയ്തു, ആൺകുട്ടികളെ കൊല്ലുകയാണ്. ആ സമയത്താണ് മൂസാ നബിയുടെ ജനനം. ഒക്കെ ഒരുപാട് വലിയ വിഷയമാണ്. ഏതായാലാട്ടെ, ആ മൂസാ നബി കാലാന്തരത്തിൽ പ്രവാചകരായി നിയോഗിക്കപ്പെടുകയാണ്. ഒന്ന് മദിയനിൽ പോയി കല്യാണം കഴിച്ച് അങ്ങനെ തിരിച്ച് പടച്ചോൻ തന്നെ പറഞ്ഞു ഈജിപ്തിലേക്ക് തിരിച്ചു പോകണം, ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നും ഫിറോവിനോട് പറയണം വിഷയങ്ങൾ എല്ലാം പറഞ്ഞപ്പോൾ ഫിറോവും പറഞ്ഞു, ആഹാ, ഞാനല്ല നിങ്ങളെ ഇലാഹ്, ഞാനല്ല നിങ്ങളുടെ റബ്ബ്. എല്ലാ അർത്ഥത്തിലും 3 തരം തൗഹീദാണ്. തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ റുബൂബിയ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. 3ഉം ഇയാൾ ആടെ അവകാശപ്പെട്ടു. ആര്? ഫിറോൻ. അത്ര വലിയ ക്രൂരനാണ്. അങ്ങനെ ആൾ ദൈവങ്ങളിൽ വലിയ കൊലകൊമ്പനായിരുന്നു ഫിറോൻ. ആദർശം എങ്ങനെയാണ് പറഞ്ഞു. ഇന്നത്തെ മാതിരി മെസ്സേജും മൈക്കും മറ്റ് ടി വി ഏർപ്പാടൊന്നുമില്ല. പക്ഷേ മൂസാ നബി എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു വലിയ സാഹചര്യങ്ങളെ വിളിച്ചു. മൂസാ നബിനെയും വിളിച്ച്, ഹാറൂൻ നബി ഉണ്ട്. നാട്ടുകാരൊക്കെ വിവരം അറിഞ്ഞ് എല്ലാ ഓണം കയറാൻ മൂലയിലുള്ള ആൾക്കാരും ഇത് കാണാൻ അറിയാൻ അവിടെ എത്തി. സാഹചര്യങ്ങൾ തോറ്റു, അവർ വിശ്വസിച്ചു. അതിൽ ഇയാളും ഇങ്ങോട്ടുണ്ടല്ലോ, ഇടിയട്ടിയോനെ പാമ്പും കടിച്ചു തരണ മാതിരി ഫിറോവനും ഇങ്ങോട്ട് അരിശം മൂത്ത് എല്ലാവരും കുരിശിൽ തറച്ചു കൊല്ലാൻ, വിപരീത ദശയിൽ അവയവങ്ങൾ വിച്ഛേദിച്ച് കുരിശിൽ തറച്ചു കൊല്ലണം എന്നാണ് കൽപ്പന.
ആ സമയത്ത് അതങ്ങനെ വരുമ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒരു വിപ്ലവം കൊട്ടാരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അതാരാന്നറിയോ? ഈ ഫിറൗനിൻ്റെ ഭാര്യ. ആ ഭാര്യ അന്ന് പറഞ്ഞ് കുട്ടിനെ കൊല്ലണ്ട. അപ്പോൾ സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിട്ടാണ് ആ കുഞ്ഞിനെ കൊല്ലണ്ട എന്ന തീരുമാനം ചക്രവർത്തി ഫിറൗൻ എടുക്കുന്നത്. നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഉപകാരപ്പെട്ടത് ഈ ആസിയ ബീവിക്കായി, മറ്റേ ആൾക്ക് ഉപകാരപ്പെട്ടില്ല. കാരണം വിനയം വേണ്ടേ, അതുണ്ടായില്ല. അങ്ങനെ ആസിയ കൊട്ടാരത്തിൽ വെച്ച് മൂസയുടേത് സത്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ജദ്ബിൻ്റെ ഹേലളകിലേ. അവിടെ ആകെ കൂടി കൊട്ടാര വിപ്ലവത്തിലെ പ്രതികരിക്കുവാൻ അവിടുത്തെ അടിച്ചുകാരനോൽ വരെ ഈ ആസിയ ബീവിക്കെതിരിൽ തിരിഞ്ഞു. എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഫിറൗൻ അപ്രതീക്ഷിതം ഈ വിശ്വാസം ഫിറൗനോട് പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെ അങ്ങോട്ടും ചെയ്താളി പറഞ്ഞു. അതുപോലെ അങ്ങോട്ടും ചെയ്താളി, മറ്റുള്ളവരൊക്കെ ചെയ്യണമാതിരി. ഇത് കോലം മാറി. ഇതുവരെ സ്പെഷ്യൽ ഓർഡർ നൽകി രാജ്യത്തെ തിരുവായ്ക്ക് എതിർവായില്ലാതെ റാണിയായി വിരാജിച്ച് പരിചാരികന്മാരുടെ നടുത്തളത്തിൽ കൊട്ടാരത്തിലെ ജീവിതം അത് വലിച്ചെറിയുകയാണ് വിശ്വാസത്തിന് വേണ്ടി. അതാണ് ഖുർആൻ പറയുന്നത്. വല്ലറബല്ലാഹു മസലൻ, അള്ളാഹു തആല ഒരു ഉപമ പറഞ്ഞു. ലില്ലദീന ആമനു, വിശ്വാസികൾക്ക്. നേരത്തെ കുഫാറുകൾക്ക്, നിഷേധികൾക്ക്. ഇവിടെ ആർക്കാ ഉപമ പറയുന്നത്? വിശ്വാസികൾക്ക്. ഇമ്രഅത്ത ഫിറൗൻ, ഫിറൗൻ്റെ പെണ്ണുങ്ങളെ തന്നെ. അതൊരു വൈപരീത്യം തന്നെയാണ്. ആലോചന വിധേയമാക്കേണ്ടതാണ്. ആലോചിക്കും തോറും അമൃത് നുകരാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണിത്. ചരിത്രത്തിൽ ഇത് ഖാലത്ത്, അവർ പീഡനത്തിന് വിധേയമാകുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പടച്ചോനെ, ഈ ഫിറൗനിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, ഓൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, അക്രമികളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ. ഒരാഗ്രഹം, സ്വർഗത്തിൽ നിൻ്റെ അടുത്ത് എനിക്കൊരു വീട്. ഇപ്പോൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. കൊട്ടാരത്തിൽ ഇക്കാലം അത്രയും എന്തും പറയുമ്പോൾ ഉത്തരവ് എന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ ആ സൗകര്യത്തിൻ്റെ നടുത്തളത്തിൽ നിന്നാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയും പീഡനത്തിന് വിധേയമാകുകയും ചെയ്യുന്നത്. അപ്പോഴാണ് പ്രാർത്ഥന. അതാണ് വിശ്വാസികളുടെ മാതൃക. വനിത, ആണും പെണ്ണിനും കുല്ലുഅടങ്കലും വിശ്വാസികളുടെ മാതൃകയായി അല്ലാഹു തആല നിശ്ചയിക്കുന്നു. എന്നാൽ ഫിറൗനോ ചെങ്കടലിൽ മുക്കിക്കൊല്ലണ സമയത്ത് എല്ലാ മനുഷ്യന്മാർക്കും ഒരു സ്വഭാവമുണ്ട്. കുടുങ്ങിയാൽ പിന്നെ വിനയത്തിലേക്ക്, തവാളുകളിലേക്ക് വരും. പാലം കടക്കോളം ഒരു കോലം, പാലം കടന്നാൽ വേറൊരു കോലം. സല്ലല്ലാഹു പറഞ്ഞ ആൾക്കാർ തന്നെയാണ് പിന്നെ പുല്ലല്ലാ എന്ന് പറയുന്നത്. കാര്യം നേടിയാൽ ഈ സ്വഭാവം ഫിറൗനിൽ കാണാം. ഇങ്ങനെ മുങ്ങി മരിക്കണ സമയത്ത് ഞാൻ വിശ്വസിച്ച്, ബനൂ ഇസ്രായേലിയർ ഏത് റബ്ബിലാണോ വിശ്വസിച്ച് ആ റബ്ബിൽ എന്ന്. പക്ഷേ ഇതുവരെ എവിടെയായിരുന്നു? ഇപ്പോഴാ വിശ്വാസം എന്ന് മാത്രമല്ല, അവനെ അറിയിച്ചത് നിൻ്റെ തടി കേടുവരാതെ ലോകത്തിൻ്റെ മുമ്പിൽ ലഭിക്കും. സൂറത്ത് യൂനിസിൽ കാണാം, ഫൽയൗമ നുനജ്ജിക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിൻ്റെ ശരീരത്തിന് കേടുപറ്റൂല. മയ്യത്തിനെ ചികിത്സിച്ച ലോകത്തൊരു സംഭവമുണ്ട്. അത് ഏതാണെന്നറിയാം? ഇത് ഫിറൗനിൻ്റെ മൃതശരീര. മോറിസ് ബുക്കായി എന്ന് പറയുന്ന ഫ്രാൻസിലെ അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഡോക്ടർ, കാലാന്തരത്തിൽ അദ്ദേഹം മുസ്ലിമായി. അയാൾ പിന്നീട് മുസ്ലിമായി. മോറിസ് ബുക്കായിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന അറബികളെ, VIP അറബികളൊക്കെ പിത്തനെയാക്കുക. അല്ല, നിങ്ങൾ ഖുർആൻ വായിച്ചണോ? ഖുർആൻ വായിച്ചു. എന്താ പായാലും ഞാനും വായിച്ചു, അതിലൊന്നുമില്ല. മുപ്പരങ്ങനെ. അപ്പം പ്രതികരിക്കാൻ കഴിയാത്ത ആളുകൾ പ്രതികരിക്കൂല. ഇതേമാതിരി ഫൈസൽ രാജാവിനോടും ചോദിച്ചു. കുറച്ച് മുമ്പാണ് ഫൈസൽ രാജാവ്, ഷഹീദ് ഫൈസൽ, കേട്ടില്ലേ? ആ ഫൈസൽ രാജാവിനോട് ചോദിച്ചപ്പോൾ ഫൈസൽ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ വായിച്ചെങ്ങനെ? ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ വായിച്ചിട്ടും കാര്യമല്ല, ഇത് അറബിയിലാണ്. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ചമയൂല. ഇംഗ്ലീഷ് വായിച്ചാൽ, ഇംഗ്ലീഷ് ഖുർആൻ എന്ന് പറഞ്ഞൊരു ഖുർആനല്ല, ഇത് അറബിയിലാണ്, അത് വായിക്കണം. അങ്ങനെ വായിച്ച് ആദ്യത്തെ 5 ആയത്തുകളിൽ തന്നെ കുടുങ്ങിയ ഒരു ബിഷഗ്വരൻ ആണ് മോറിസ് ബുക്കായി.
ആ മോറിസ് ബുക്കായി തൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഈ മൃതശരീരം കൊണ്ടുപോയി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ചികിത്സ, അതാ മയ്യത്തിന് ചികിത്സയാണ് മോറിസ് ബുക്കായി നടത്തി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിരിക്കട്ടെ, എന്നിട്ട് അന്ന് പടച്ച റബ്ബ് പറഞ്ഞ കാര്യം ഇതാ, ഈ ഫിറോനും അവൻ്റെ ആൾക്കാരും അന്നാറു യുറദൂന അലൈഹാ ഉദുവ്വൻ വഅശിയ്യാ വയൗമ തഖൂമുസ് സഅതു അദ്ഖിലൂ ആല ഫിറൗന അശദ്ദൽ അദാബ്. എന്നും ഉദുവ്വിലും അശിയിലും രാവിലെ വൈകുന്നേരം നരകത്തിൻ്റെ അവിടെയാണ് കൊണ്ടുപോയിട്ട് ഒന്നാണ് ഷോ കാണിക്കും, ഒരു ഫ്ലാഷ് ലൈറ്റ്. ഇതാ എനിക്കുള്ള ടോറ്. ആർക്ക്? ഫിറൗനും അവൻ്റെ ഈ ആളുകൾക്കും എന്നും രാവിലെയും വൈകുന്നേരം ഈ നരകം ഒന്നാണ് കാണിച്ചു കൊടുക്കും. അതിൽ ഞെട്ടലിങ്ങനെ മാറാനാവുമ്പോക്കിന് പിന്നെ വൈകുന്നേരമാകുമ്പോക്കിന് പിന്നെയും കാണിച്ചു കൊടുക്കും. ഇതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഖുർആൻ വയൗമ തഖൂമുസ് സഅ, ഇനി അന്ത്യനാൾ നടന്നാലോ അദ്ഖിലൂ ആല ഫിറൗന അശദ്ദൽ അദാബ്, കടുത്ത ശിക്ഷയും. അപ്പോൾ ഇതാണ് ഫിറൗൻ്റെ അവസ്ഥ. ഭാര്യ സ്വർഗത്തിൽ, ഭർത്താവ് കാലാകാലം നരകത്തിലും. അപ്പോൾ ഭാര്യയുടെ മെജ കൊണ്ട് മഹത്വം കൊണ്ട് ഭർത്താക്കന്മാർക്കും കഴിയില്ല. ഇനി അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്നും ചിലത് പഠിക്കാം. പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സ്വകാര്യമായിട്ടാണ് നബി പ്രബോധനം ചെയ്തിരുന്നത്. പിന്നീട് അല്ലാഹു തആല പറഞ്ഞു അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് കൊടുക്കണം എന്ന് പറഞ്ഞു. സൂറത്ത് ഷുഅറയിലെ ആയത്താണ്. നബി കുടുംബക്കാരെയൊക്കെ വിളിച്ചിരുത്തി ഒരു ഫാമിലി മീറ്റിംഗ്, അത് വേറെ കാര്യങ്ങൾക്കൊന്നുമല്ല. അവരോട് പറഞ്ഞു, ഇതാ യാ മാഷറ ഖുറൈഷ് അൻഖിദു അൻഫുസക്കും മിനന്നാർ. ഖുറൈശി സമൂഹമേ, നബി ഖുറൈശിയാണല്ലോ, ആ ഖുറൈശിയിലെ എല്ലാ ഗോത്രങ്ങളെയും ഉപഗോത്രങ്ങളെയും ഒക്കെ വിളിച്ചിരുത്തി. നബി വിളിച്ചതുകൊണ്ട് എല്ലാവരും വന്നാണ്. വരാൻ കഴിയാത്ത ഒരു പ്രതിനിധികളെ നിശ്ചയിച്ചു. കാരണം എന്തോന്നുണ്ടാവും. അതുകൊണ്ട് നബി പറഞ്ഞു, നമ്മളുടെ അപ്പുറത്ത് ഒരു അശ്വസൈന്യം ആക്രമിക്കാൻ ഇവിടെ തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുക. അതെന്താ കാരണം? ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ. എന്നാലേ എനിക്ക് അതിനേക്കാളും വലിയൊരു കാര്യം പറയാണ്ട്. എന്നിട്ട് തൗഹീദും പരലോകവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ് അവനാൻ്റെ തടി അവനാൻ നോക്കിക്കോളി, ഞാൻ നിങ്ങളും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. പക്ഷേ ഈ മുഹമ്മദിന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. എന്നിട്ട് ഓരോ ആളുകളുടെയും പേര്, ചില പ്രാസംഗികന്മാരില്ലേ പ്രസംഗത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ പേര്, ഒരു പൊളിറ്റിക്കൽ ശൈലിയാണത്, ഓരോരുത്തരെ പേര് വിളിച്ച് പറയുന്നത് എന്ന മാതിരി റസൂലുള്ള. അത് പ്രസംഗത്തിലല്ലോ, ഇത് കാര്യം പറയാനാണ്. ഇതാ ഒക്കെ നോക്കിക്കോളി, തടി അവനാൻ്റെ നോക്കിക്കോളി. ഒടൂന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, യാ ഫാത്തിമ ബിന്ത് മുഹമ്മദ്. ആ ഫാത്തിമ ബീവിനെ കെട്ടിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നബിൻ്റെ ഒപ്പമുള്ളതാണ്. പിന്നീടാണ് കല്യാണം നടക്കുന്നത്. ഇത് ആരംഭത്തിലാണ്. യാ ഫാത്തിമ ബിന്ത് മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ സെലീനി മാഷീത്തി മിമ്മാലി. എന്താ മോൾക്ക് മുതലെന്താ വേണ്ടത് വെച്ചാൽ ചോദിച്ചോളൂ, ബാപ്പാൻ്റെ അടുത്ത് ഉള്ളത് തരാം. പക്ഷെ മോളെ ഫാത്തിമ, നാളെ പരലോകത്ത് ബാപ്പാൻ്റെ കെയർ ഓഫിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലട്ടോ എന്നാണാപ്പൈ തീർത്ത് മകളോട് പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? എന്നിട്ടും നമ്മൾ ആൾക്കാർ പറയാണ്, ഇപ്പോൾ മൊയ്തീമാലയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. കുറച്ച് ഓവർ തന്നെയാണ്. നബിക്ക് കഴിയാത്തത് അവിടെ മൊയ്തി ഷെയ്ഖിന് കഴിയണത്. നബിയാണ് ഈ പറയുന്നത്, സ്വന്തം മോളോടായി പറയുന്നത്. എന്നിട്ട് മുരീദന്മാരെ കഴിച്ചിലാക്കാനോ നടപ്പ ആ പരിപ്പ് വേവൂലെന്ന് മാത്രം. ആ ചെമ്പ് എടുത്ത് താഴത്തേക്ക് വെക്കണം. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിന്തുണ ഇല്ലെന്ന് മാത്രമല്ല, അതിൻ്റെ വിപരീത ദശയിലേക്കുള്ള സഞ്ചാരമാണ് ഈ മാലകളിലെ പ്രതിപാദനങ്ങൾ. ഞാനത് വിശദീകരിക്കല്ല. ഇനി നോക്കി നിങ്ങൾ അബൂ താലിബിനെ കുറിച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തിനാ അബൂ താലിബിനെ കുറിച്ച് പറയണത്? നബിക്ക് ഏറെ താങ്ങും തണലുമായി വർത്തിച്ച ആളാണ് അബൂ താലിബ്. അബൂ താലിബ് മരിച്ചതിന് ശേഷമാണ് നബി ഹിജറയെക്കുറിച്ച് ആലോചിക്കുന്നത്. താങ്ങും തണലും എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിലായിരുന്നു. ഒരു വേള നബിക്കെതിരിൽ അവർ ഊരുവിലക്കേർപ്പെടുത്തിയപ്പോൾ വിശ്വാസികളെ മാത്രമല്ല നബിയെ സഹായിച്ച അബൂ താലിബിനെ കൂടി സ്വന്തം മലഞ്ചെരുവിലേക്ക് 3 കൊല്ലം
തീറ്റ കൊടുക്കൂല, ഭക്ഷണം കൊടുക്കൂല, വസ്ത്രം കൊടുക്കൂല, മിണ്ടാട്ടമില്ല, ലോഗ്യമില്ല, കല്യാണബന്ധമില്ല, ഒരു ഇടപാടില്ലാതെ ഒരു മലഞ്ചെരുവിൽ ഒരു ന്യൂനപക്ഷം എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പെട്ട് കഴിയാണ്. അതിൽ ഈ അബൂ താലിബുണ്ട്. വിശ്വസിച്ചിട്ടല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം പറമ്പ് തന്നെയാണത്, മലഞ്ചെരുവാണ്. എന്നിട്ട് അന്നത്തെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറയും, ഞങ്ങൾക്ക് തിന്നാൻ കിട്ടാഞ്ഞിട്ട് ഇല തിന്നലേനിന്ന്, ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് എന്ന്. ആ രീതിയിൽ കഷ്ടപ്പെട്ട അബൂ താലിബ്, നബിക്ക് വേണ്ടി കഷ്ടപ്പെട്ട അബൂ താലിബ്, ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഒരു ചെറുപ്പക്കാരനായിട്ടാണ് വന്ന് നബിൻ്റെ കുറ്റം പറയാണ് അബൂ താലിബിനോട്. അബൂ താലിബ്, ഇജ്ജ് ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, ഇജ്ജ് ഒരു കാര്യം ചെയ്തോ, ഈ ചെറുപ്പക്കാരനെ ഇജ്ജ് വളർത്തിക്കോ, എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദില്ലേ ഓനെ വിട്ടു തരണം, അല്ലാതെ പറ്റില്ല, ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ കഴിയില്ല. ഓൻ വല്ലാതെ ഞങ്ങളുടെ ദൈവങ്ങൾ ആക്ഷേപിക്കുകയാണ്, ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, ഇവിടെ എന്നെ ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, അതുകൊണ്ട് ഇനി സഹിക്കാൻ പറ്റില്ല. അബൂ താലിബ് ഓൻ പൊയ്ക്കോളി അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ലൻ യസിലൂ ഇലൈക ബിജംഇഹിം ഹത്താ വസദ ഫിത്തുറാബി ദഫീന. അള്ളയാണ് എൻ്റെ സഹോദരപുത്രന് നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല, പൊയ്ക്കോളി പറഞ്ഞത്, എൻ്റെ ശരീരം ശിരസ് മണ്ണിൽ ചേരുന്നത് വരെ എന്ന് അബൂ താലിബ് അവരോട് പറഞ്ഞു. ഓൽക്ക് പോവല്ല, വേറെ മാർഗമൊന്നുമില്ല. അങ്ങനത്തെ അബൂ താലിബ് അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ നബി ആ സമീപിച്ച സന്ദർഭം പറയണം. ലമ്മ ഹളറത്ത് അബൂ താലിബ് അൽ വഫാത്ത്, അബൂ താലിബിന് വഫാത്ത് അഥവാ മരണം സംബന്ധിച്ചുള്ള രോഗം വരികയാണ്. എന്നോ നാളെ ബീപ്പ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ജാഉഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വന്നു. ഫവജദ ഇൻദഹു അബൂജഹൽ, അതുപോലത്തെ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാർ മുഴുവൻ, അബൂജഹൽ, ഉത്ബത്ത്, ഷെയ്ബത്ത്, എല്ലാ കൊമ്പന്മാരും. ഇതുവരെ ഇല്ലാത്ത ഒരു വല്ലാത്ത താല്പര്യമാണ് ഇപ്പോൾ. ചിലർ വന്നുകാണ്ട് തെൽക്കീനൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണില്ലേ എന്ന മാതിരിയിൽ ഇവരിവിടെ അബൂ താലിബിൻ്റെ മരണസംബന്ധമായ ആ രോഗത്തിൽ ആ കിടക്കൻ്റെ അടുത്ത് വരുമ്പോൾ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് വരുന്നുണ്ട്, ഇവിടെ ഇരിക്കാൻ കഴിയരുതിട്ടോ, എല്ലാവരും സീറ്റിൽ ആ സീറ്റിലാണ് ഇരുന്നോളണം, ഓൻ ഇരിക്കാൻ സീറ്റ് ഇട്ടരുതെന്ന്. നോക്കി നിങ്ങൾ ഓരോ കുച്ചിപ്പൂത്. അപ്പം നബിക്കുണ്ടോ അങ്ങനെ ബലാരെങ്കിലും സീറ്റ് കൊടുക്കണോ? നേരെ മൂത്താപ്പാൻ്റെ അടുക്കൽ അവിടെ തന്നെയാണ് ഇരുന്നിട്ട് ഇങ്ങനെ തടവിയോട്ടാണ് പറയുന്നത്, ഉപ്പ മൂത്താപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ നശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, എൻ്റെ പൊന്നു മൂത്താപ്പ നിങ്ങൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്ന് പറയണം, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും. അപ്പോൾ അത് കേൾക്കുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ ഇവിടുന്ന് അബൂജഹൽ എന്താ പറയുന്നത് അറിയോ? അബൂ താലിബ് അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ ആദർശമൊന്നും വേണ്ടേ, ഇതിപ്പോൾ കലിമല്ലോ എന്നുള്ള പേടിയിൽ, അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, അതർഗബൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് വേണ്ടെന്നാണോ നീ പറയുന്നത് എന്ന രീതിയിൽ അവസാനം മൂത്താപ്പ പറയാണ്, മോനെ അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ അങ്ങനെ തന്നെ, ഈ പറഞ്ഞൊക്കെ ശരി തന്നെ എനിക്കറിയാം, ചിലത് അങ്ങനെയാണ് ചില മനുഷ്യന്മാർ തൊണ്ടടഞ്ഞ് കപ്പൽ കയറുന്ന മാതിരിയിൽ, ഇത് ഈ പറഞ്ഞൊക്കെ ശരി തന്നെ, പക്ഷേ മൂത്താപ്പ ഞയിക്കില്ല, നമ്മളെ വല്യാപ്പല്ല അബ്ദുൽ മുത്തലിബ്, ഞാൻ ആദർശത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരൊലിപ്പിച്ചിട്ട് അവിടെ വെച്ച് പറയുന്നു, അമാ വല്ലാഹി ലഅസ്തഗ്ഫിറന്ന ലക് മാ ലം ഉൻഹാൻക, മുത്താപ്പ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് തേടും, എന്നോട് നിരോധിക്കുന്നത് വരെ. ഇബ്രാഹിം നബി പറഞ്ഞ മാതിരി തന്നെ അതാണ് പറഞ്ഞ് വായ കൂടിയപ്പോക്കിനും സന്ദേശം വന്നില്ലേ. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല ആയത്തിറക്കി, മകാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ഒരു നബിക്കും പാടില്ല, അവർ നിങ്ങളുടെ കുടുംബക്കാർ എത്ര ബന്ധുക്കളായാലും എത്ര അടുത്തവരായാലും ശരി, അവരുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. നബിയെ വിലങ്ങുകയാണ്. എത്ര അടുത്തോലായാലും ശരി അവർ നരകക്കാരാണെന്ന്. എന്നിട്ട് ഇതേ വിഷയത്തിൽ തന്നെ വീണ്ടും മറ്റൊരായത്ത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ നിങ്ങൾ വിചാരിച്ചാലൊന്നും നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയൂല, അത് അള്ളാൻ്റെ പണിയാണ്. നോക്കി നിങ്ങൾ, വലിയൊരു അത്ഭുതമുള്ള കാര്യമാണ്. ഒരു അബൂ സുഫിയാനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതികരണമാണ് ബദർ യുദ്ധം. യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് അമ്മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം മുസ്ലിമായി പിൽക്കാലത്ത്. ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഖാലിദ് ബിൻ വലീദ്
ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയത്തിൻ്റെ കയ്പുനീർ അനുഭവിച്ചതിൻ്റെ സൂത്രധാരനായിരുന്നു ഖാലിദ് ബിൻ വലീദ്. ആ ഖാലിദും മുസ്ലിമായിട്ട് വന്നു. അപ്പോൾ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. ഇതാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളോ മുതലോ ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി റബ്ബിൻ്റെ അടുക്കൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് രക്ഷ. അന്ന് മനുഷ്യൻ പറയും മാ അഗ്നാനി മാലിയ. മുതലൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല കേട്ടോ. മുതലിൻ്റെ പിന്നാലെ പാഞ്ഞ് സകലം തുമ്പില്ലാതെ മുട്ടുംകാല് പൊട്ടിച്ച ഈ മനുഷ്യൻ അവിടെ എത്തിയിട്ട് പറയാ കറൻസി രഹിത ലോകം എന്നൊന്നുണ്ടെങ്കിൽ അത് അവിടെയാണ്, പരലോകമാണ്. അവിടെ കറൻസി ഇല്ല. കറൻസി ഇല്ലെന്ന് മാത്രമല്ല, ഓ തക്കത്താത്ത് ബിഹിമുൽ അസ്ബാബ്. കുടുംബ ബന്ധുവില്ല, ആ അനുയായികളും ഇല്ല, സിന്ദാബാദും ഇല്ല. ഓരോരുത്തരും താങ്കളുടെ അമലുമായിട്ട്. അതുകൊണ്ട് തന്നെ മാഗ്നാനി മാലിയ, മുതൽ ഉപകാരപ്പെട്ടില്ല. ഹലക്കാനി സുൽത്താനിയ, ഞാൻ അധികാരമല്ലേ പേടിപ്പിക്കാനുള്ള സാധനം, അതും ഉപകാരപ്പെട്ടില്ല എന്ന് പറയുന്ന കോലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യത്ബഉൽ മയ്യിത സലാസ. ഒരു മയ്യത്തിനെ 3 കൂട്ടർ അനുഗമിക്കും. എർജിസിനാനി, 2 കൂട്ടർ അങ്ങനെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോരും. ഓ യബ്ഖ വാഹിദ്, ഒരാൾ അവിടെ തന്നെ നിഴൽ പോലെ. ആരാത് നിൽക്കുന്നത്, ആരാ പോരുന്നത്? യത്ബഉഹു അഹ്ലുഹു വമാലുഹു. പോരുന്നത് ആരാ അറിയോ? അമലുഹു. 3 കൂട്ടർ പോരുന്നത് കുടുംബക്കാർ, മുതൽ, അമല് എല്ലാവരും ഉണ്ടാവും മയ്യത്തിൻ്റെ ഒപ്പം. അങ്ങനെ ചട്ടപ്പെട്ടാ പറഞ്ഞു വരുന്നു. എന്നിട്ട് അവിടെയാണ് കുയ്യിൽക്കാണ്ട് ഇറക്കി വെച്ചാൽ ഫയർജു അഹ്ലുഹു. ചിലർക്ക് തസ്ബീത്ത് എല്ലാം നേരല്ല, ഓലുകെട്ട് പോരന്നെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും പോരന്നെ. മാല് പിന്നെ നേരത്തെ തന്നെ അങ്ങനെ ഒരു പരിധി വരെ പോരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഊരിയെടുത്ത് പോരല്ലേ. ഒരു നിമ്യമായ ദിനേശ് ബീഡി പോലും ആ കുയ്യിലിടുന്നില്ല. മയ്യത്തിറക്കാൻ വേണ്ടിയിട്ട് മുണ്ടുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം വലിച്ചൂരി പോരുകയാണ്, കെട്ടയച്ചിട്ടിട്ട് പോരുകയാണ്. ആരുമില്ല, അതിൻ്റെ വാപ്പ അല്ല, എൻ്റെ മകൻ, എൻ്റെ പ്രിയതമ, അങ്ങനെ ഒന്നുമില്ല. യബ്ഖാമലുഹു. പിന്നെ ആരുണ്ട്? തൻ്റെ പ്രവർത്തനം മാത്രം, തൻ്റെ പ്രവർത്തനം മാത്രം. അതാണ് ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ആരും ആരുടെയും പാപഭാരം പേറില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഒരു മനുഷ്യൻ അവൻ്റെ അധ്വാന ഫലമല്ലാതെ മറ്റൊന്നും ലഭ്യമല്ല. ന്യായവിധി നാളുടെ ഒരു മുഖമാണ് ഈ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ദിവസത്തിൽ പടച്ച റബ്ബ് നമുക്ക് അവൻ്റെ സവിശേഷമായ അനുഗ്രഹം നൽകുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് തൽസ്ഥാനത്ത് ആശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.